ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇച്ചിരി തിരക്കേറിയൊരു ദിവസവും പിന്നാണെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകുന്ന ഒരു യാത്രയുമായിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അമ്മയും കുഞ്ഞിപ്പെണ്ണും അല്ല, അമ്മയും തുമ്പിമോളും പോയി. എപ്പോഴും എനിക്ക് അവളുടെ പേരാട്ടോ വരുന്നത്. അങ്ങനെ അമ്മയും അച്ഛനും തുമ്പിമോളും പോയി. കുറച്ച് പണിയുണ്ട്, പണി ഒതുക്കിയിട്ട് വേണം പോകാൻ. അതുമാത്രമല്ല, പുളി ഉണക്കാനും കുറച്ച് തുണി പിള്ളേരെ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ചെറിയ മഴക്കാറുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് വന്നതോളൂ. ഇനി ഇവൾക്ക് കഴിക്കാനും കുളിപ്പിച്ചിട്ടും വേണം പോകാൻ. ഞങ്ങൾക്ക് ഒരു 1:30 ആകുമ്പോൾ അവിടെ ചെല്ലണം കേട്ടോ. 1 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലണം. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ മുറ്റത്തുകൂടെ നടക്കുമായിരുന്നേ. അതുമാത്രമല്ല, ഞങ്ങൾക്കാണ് 2 പേരയ്ക്ക ഉണ്ടായേ. 2 പേരമരം ഉണ്ട് കേട്ടോ മുറ്റത്തെ. അതിൽ വലിയ പേരയിൽ നിറച്ചും പേരയ്ക്കുണ്ട്. വേറെ ഒരു പേരിൽ ചെറിയൊരു മരം പോലെ അതിൽ 2 പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. വിളഞ്ഞൊന്നുമില്ല, ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നാണിങ്ങനെ സാധനം കാണിക്കാം. ഈ ചെടിയൊക്കെ കണ്ടോ? ഈ ചെടിയുടെ പേരെന്താണെന്നോ ഇതിൻ്റെ ഗുണം എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം അമ്മ കൊണ്ടുവന്ന് വെക്കുന്ന കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു പൂമ്പാറ്റ ചെടി, അതിൻ്റെ വിത്ത് കൊണ്ടിട്ട കേട്ടോ. വിത്ത് പാകിയതാ, ചെടിയായി വരുന്നേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ശംഖുപുഷ്പം ഉണ്ടായിട്ടുണ്ട് കണ്ടോ, പൂവിട്ടു. നല്ല രസമില്ല കാണാനാ. പിന്നെ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം പൂവിൻ്റെ പുറകിലും ചെടിയുടെ പുറകിലും പോയി. പിന്നെ കണ്ടില്ലേ, ആകാശം നല്ല മേഘമാകുന്നുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല മഴയായിരിക്കും. പിന്നെ കാറ്റുണ്ടായിരുന്നു, നല്ല കാറ്റായിരുന്നു. 2-3 ദിവസമായിട്ട് നല്ല കാറ്റായിരുന്നേ. അങ്ങനെ ഒരു നല്ല മഴയെല്ലാം കഴിഞ്ഞു. ഒരു സമയം ഇപ്പോൾ ഒരു 11:30 കഴിഞ്ഞു കേട്ടോ. 12-12:30 ആകുമ്പം ഓട്ടോ വരും. ഞങ്ങൾക്ക് പിന്നെ ഓട്ടോ വിളിച്ചാട്ടോ പോകുന്നത്. അമ്മയും ഉണ്ട്. അങ്ങനെ കുളിച്ചില്ല കേട്ടോ, കഴിച്ചു. കുഞ്ഞിപ്പെണ്ണ് അതേ സമയം ഉറക്കം വരുന്നേ. ഇനി അവളെ എണ്ണിപ്പിക്കണം. എന്നും തേക്കുന്ന ക്രീമും പൊട്ടൊക്കെ തൊട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഇച്ചിരി വ്യത്യാസമായി മുടി ഒന്ന് പിന്നി കെട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ബാക്ക് വശമാണെങ്കിൽ പുറവശത്തിലാണെങ്കിൽ വേറെ രീതിയിലാണ് ഞാൻ പിന്നി ഇട്ടേക്കുന്നത്. അങ്ങനത്തെ ഞങ്ങൾ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങൾക്ക് അവിടെ 1 മണിയാകുമ്പോൾ ചെല്ലണം. ചെല്ലക്കാട് അവിടെയാട്ടോ മീറ്റിങ്. കുടുംബശ്രീയുടെ ഒരു അംഗമായതുകൊണ്ട് തന്നെ എനിക്ക് മീറ്റിങ്ങിന് പോയേ പറ്റത്തുള്ളൂ. പിന്നെ അമ്മയുണ്ട് കേട്ടോ. മൊത്തത്തിലാണേ മീറ്റിങ്. അങ്ങനത്തെ മഴയുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് ഓട്ടോ വിളിച്ചേക്കുവാ. ഓട്ടോ ഇപ്പം വരും. ഞാനും കുഞ്ഞിപ്പെണ്ണും ഒരുങ്ങി നിൽപ്പുണ്ടേ. ഇന്ന് ഇച്ചിരി വലിയ ഒരു പൊട്ടായി പോയി. അപ്പൊ വലിയ പൊട്ട് വേണമെന്ന് പറഞ്ഞു. നീയാ ഹായ് പറഞ്ഞേ. അവൾക്ക് ചെറിയ പൊട്ട് കൊടുത്തപ്പോൾ അവൾക്ക് വലിയ പൊട്ട് വേണമെന്ന് പറഞ്ഞു. എന്നപ്പോൾ ഞാൻ തൊട്ട് കൊടുത്താണ്. ഇന്ന് മുടിയെല്ലാം പിന്നി കെട്ടിയായിട്ട് ഞാൻ പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ മുടി വെച്ചിട്ടുണ്ട്. മുടി വെട്ടിക്കളഞ്ഞായിരുന്നു. അന്നപ്പം ഇവിടുന്ന് ഇങ്ങനെ ചാടി ഇവിടുന്ന് ചാടിയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്നൊക്കെ ഒതുക്കി ഇങ്ങനെയൊക്കെയോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓട്ടോ വരേണ്ട താമസമുള്ളേ. അപ്പം പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കുമേ. ഇന്ന് കുറേ പേര് പറഞ്ഞു എല്ലാ ദിവസവും ലോങ് വീഡിയോസ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നാണെങ്കിൽ നിങ്ങൾക്കുണ്ട് മേക്കപ്പ് ഇടുമ്പം എൻ്റെ ഇവിടെയാണെങ്കിൽ എണ്ണ ക്രീം തേച്ചാൽ ഇത് തന്നെ കേട്ടോ. ബോഡി ലോഷൻ തേച്ചാൽ ഇങ്ങനെ വിയർക്കും. എനിക്കൊന്ന് ഓയിൽ സ്കിന്നായതുകൊണ്ടായിരിക്കും അങ്ങനെ. ഇവള് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞു എനിക്കും അറിയത്തില്ല. മുടി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നാണ് ഈ സാധനം കളഞ്ഞു കേട്ടോ. ഇതിങ്ങനെ ആയിരുന്നു ഇരുന്നത്, ഇങ്ങനെ വട്ടത്തിലായിരുന്നു. അത് അവളിങ്ങനെ പറിച്ചപ്പോൾ അത് ഇങ്ങനെയായി. ഇവക്ക് ഈ വലിയ പൊട്ടി ചേരുന്നില്ല. ഞാനാണെങ്കിൽ മായ്ച്ചിട്ട് ചെറിയ പൊട്ടൊന്ന് തൊട്ട് കൊടുക്കട്ടെ. അവർക്ക് ഞാൻ ഒരു ഒട്ടിക്കുന്ന പൊട്ടി ഞാൻ തൊട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കെന്തോ എനിക്ക് അങ്ങനെ ഒത്തിരി വലിയ പൊട്ടൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ചെറുപ്പം തൊട്ട് ഞാനും ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ പൊട്ട് കൊടുക്കും. പിന്നെ ഇതൊക്കെ ഉള്ളു പറയാൻ. ഇനി ഓട്ടോ വരണം. ഇനി ഞങ്ങൾക്ക് പോവാനും ഒരു ഓട്ടത്തിന് പോയേക്കോ. 1 മണി ആകുന്നതിന് മുമ്പേ അവിടെ ചെല്ലണം. എങ്ങനെയുണ്ട് എൻ്റെ മുടിയൊക്കെ കെട്ടിയത്?
നല്ലതാണോ? അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി കേട്ടോ. ഇതാട്ടോ ഞങ്ങളുടെ ഫൈനലി ലുക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതാട്ടോ. അങ്ങനെ കഥകൊക്കെ പൂട്ടി ഞാനും കുഞ്ഞിപ്പെണ്ണും പോവാട്ടോ. ഓട്ടയാണെങ്കിൽ ഇപ്പം വരും. കഥകൊക്കെ പൂട്ടി. കുഞ്ഞിപ്പെണ്ണെ വായോ, അന്നിപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാവേ. ഇന്ന് പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാട്ടോ. പെണ്ണാണെങ്കിൽ ഇതേ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതേ അവിടെ ആ മേളിൽ റോഡിൽ പോയി നിൽക്കണം. അങ്ങനെ ഇതേണ്ട ഓട്ടോ വന്നു കേട്ടോ. കുറേ നേരമല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇത് ഓട്ടോ ചേട്ടൻ്റെ മോനാണേ. അങ്ങനെ ഞാനും കുഞ്ഞിപ്പെണ്ണും ഇനി അമ്മേനെ കൂട്ടണം. അമ്മ അംഗൻവാടിയുടെ താഴെ നിൽക്കാമെന്നാട്ടോ പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ഒരു കുടുംബശ്രീ ഇല്ല കേട്ടോ, ഒരേ അംഗം. അങ്ങനെ സ്ഥലമൊക്കെ എത്താനായി. നേരെ ഇനി ചെന്നാൽ മതി. ഓട്ടോയിലാട്ടോ പോയത്. പിന്നെ ആണെങ്കിൽ ബസ്സിനും പോയാൽ ഞങ്ങൾക്ക് അവിടെ ചെല്ലാം, പക്ഷെ മഴയല്ലേ. അങ്ങനെ ഇതാട്ടോ കുടുംബശ്രീ കൂടുന്ന വീട്. ഞാൻ ആദ്യമായിട്ടോ ഈ വീട്ടിൽ വരുന്നത്. എപ്പോഴും ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലായിരിക്കും ഓരോരോ മീറ്റിംഗ് നടക്കുന്നത്. ഇത് അവിടുത്തെ സ്ഥലമാട്ടോ. അങ്ങനെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി കേട്ടോ. ഞാനും അമ്മയും ഇരിക്കുന്നു. പിന്നെ തീരാനായി. ഒരു മീറ്റിംഗ്, ചെറിയൊരു മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ വീടിൻ്റെ പുറവശത്ത് ഒരു അംഗൻവാടി ഉണ്ട്. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് അമ്മ എന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ തിരിഞ്ഞ് വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഓട്ടോ ചേട്ടൻ വന്നു. ഇങ്ങനെ തിരിച്ച് ഞാനും കുഞ്ഞിപ്പെണ്ണും വീട്ടിലോട്ട് പോവാം. അമ്മ അംഗൻവാടിയിലോട്ട് പോയി. പിന്നെ ആണെങ്കിൽ മഴയാട്ടോ, ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. അങ്ങനെ സമയമൊക്കെ പോയി കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് കാപ്പി കുടിക്കാൻ വേണ്ടി പോവാം. ഇപ്പം സമയം ഒരു 6 മണിയായി കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് തുമ്പിയാണെങ്കിൽ ഭയങ്കര നാശമായി. ഞങ്ങൾ തുണിയൊക്കെ മടക്കി വെക്കുമായിരുന്നു, അതെല്ലാം കളഞ്ഞു. ഇതാട്ടോ എന്നെ ഒരുക്കമില്ലാതെ കാണുന്നത് അഴുക്കെന്ന് കുറച്ച് പേര് പറഞ്ഞു. പിന്നെ അച്ഛനാണെങ്കിൽ മന്നവരുതി പോയപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളിവട, പിന്നെ പയറ് ബോണ്ട, അങ്ങനത്തെ ഒക്കെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് തിന്നുന്നത് കുറവാണ്, പക്ഷെ എനിക്ക് ബേക്കറി സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് തീർത്ത് വെക്കും കേട്ടോ. അങ്ങനെ രാത്രിയിൽ ഇതൊക്കെ ഉള്ളു കാണിക്കാൻ. ചെറിയൊരു യാത്രപ്പോക്കായിരുന്നു കേട്ടോ. ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടാം കേട്ടോ. പിന്നെ ആണെങ്കിൽ കുറച്ച് അടുക്കിപ്പിറക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് എൻ്റെ കെട്ടിയോൻ. കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാനും കുഞ്ഞിപ്പെണ്ണുങ്ങളും ബൈ.